സ്മാർട്ട് ഫോണും ഗിംബലും ഉപയോഗിച്ച് എങ്ങനെ സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാം എന്നതിനുള്ള ക്വിക്ക് വീഡിയോ ആണിത്. പാരലൽ ടു ദ ഒബ്ജക്റ്റ്. നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് പാരലായിട്ട് ക്യാമറ മൂവ് ചെയ്യണം. ഇതുപയോഗിച്ച് നമുക്കൊരു ബ്രാൻഡ് ലോഗോ ഒക്കെ റിവീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരേ മെത്തേഡ് തന്നെ മീഡിയം, ക്ലോസപ്പ്, വൈഡ് ആംഗിൾ ഷോട്ടുകളായി എടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടുന്നതാണത്. നെക്സ്റ്റ് ഈസ് ഓർബിറ്റ്. ഒബ്ജക്റ്റിന് ചുറ്റും ഓർബിറ്റൽ മോഷനിൽ വാക്ക് ചെയ്തെടുക്കുന്നതാണ് ഈ മെത്തേഡ്. നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാലൽപ്പം മടക്കി ഒരു നിഞ്ച വാക്ക് രീതിയിലാണ് നടക്കേണ്ടത്. പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ അയ്യെന്ന് തോന്നുമെങ്കിലും വീഡിയോ കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് സ്റ്റെബിലൈസ് ആവാൻ വേണ്ടി ഈ മെത്തേഡ് വളരെ സഹായകമാണ്. ഇൻസൈഡ് കാർ പാരലൽ ടു ദ ഡാഷ്ബോർഡ്. ഇത് ക്യാമറയ്ക്ക് വൈഡ് ആംഗിൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോ, നോർമൽ ലെൻസ് ആണെങ്കിൽ പുറകിൽ സീറ്റിൽ ഇരുന്നോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ബോളാണ്. 3 മീറ്റർ വരെ ഇതിന് ലെങ്ത് കിട്ടും. 360 ക്യാമറയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്റ്റൻഷൻ ബോളാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാസഞ്ചറിൻ്റെയും ഡ്രൈവറുടെയും സൈഡ് വിൻഡോയിലൂടെ ഒരു എക്സ്റ്റൻഷൻ ബോൾ പുൾ ബാക്ക് ചെയ്തുള്ള എഫക്റ്റാണ് അടുത്തത്. ഒരു നൈസ് ഇൻറ്റീരിയർ ഇൻസൈഡ് ടു ഔട്ട് കിട്ടാൻ വേണ്ടി ഇത് ഉപകരിക്കും. എസ്റ്റാബ്ലിഷർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ടുകളിലൊന്ന്. ഒരു ഒബ്ജക്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം ഉപകരിക്കുന്ന ഒരു ഷോട്ടാണിത്. സെയിം വീഡിയോ തന്നെ റിവേഴ്സ് ക്ലിപ്പ് ചെയ്ത് ഡിജിറ്റൽ സൂമിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർട്ടിഗോ എഫക്റ്റ് നമുക്ക് കിട്ടും. ക്രെയിൻ ഓർ ടിൽ ഷോട്ട്. ലോ ആംഗിളിൽ നിന്ന് ഹൈ ആംഗിളിലേക്ക് പോകുന്ന ഒരു ഷോട്ടാണിത്. എക്സ്റ്റൻഷൻ ബോൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹൈ ആംഗിൾ ഷോട്ടുകൾ കിട്ടും. ടോപ്പ് ഡൗൺ ഓർ ക്രെയിൻ ഷോട്ട്. എക്സ്റ്റൻഷൻ ബോളിൽ ഗിംബൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ഹൈ ആംഗിളിൽ നിന്ന് അതിന് ചുറ്റും വീഡിയോ എടുക്കുന്നതാണിത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗിംബലിന്റെ കൺട്രോൾ നമുക്കില്ലാത്തതുകൊണ്ട് പലപ്പോഴും പലതവണയായിട്ട് ഷൂട്ട് ചെയ്താലേ പ്രോപ്പറായിട്ടൊരു വീഡിയോ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത്ര നേരം എടുത്ത വീഡിയോ എല്ലാം ചേർത്ത് വെച്ച് ഒരു ബി റോൾ വീഡിയോ ഉണ്ടാക്കാം.